ലഡാക്കിന്റെ പ്രത്യേക പദവിക്ക് വേണ്ടിയുള്ള പ്രതിഷേധത്തിനിടെ പോലീസിന്റെ വെടിവെപ്പിൽ കൊല്ലപ്പെട്ട വിമുക്ത ഭടൻ സേവാങ് താർച്ചിന്റെ പിതാവ് രാജ്യത്തെ നടക്കുന്ന വിമർശനവുമായി രംഗത്തെത്തി. അതിർത്തിയിൽ രാജ്യത്തിനു വേണ്ടി പൊരുതിയ തന്റെ മകനെ പാകിസ്ഥാൻ സൈന്യത്തിന് പോലും ഇല്ലാതാക്കാൻ കഴിഞ്ഞില്ലെന്നും എന്നാൽ സ്വന്തം സൈന്യം തന്നെ അവനെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹം വേദനയോടെ പറയുന്നു. ഈ ദുരന്തം ലഡാക്കിലെ ജനങ്ങളുടെ മനോവീര്യം തകർക്കുന്നതും രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ സേവനങ്ങളെ ചോദ്യം ചെയ്യുന്നതുമാണ്. സേവാങ് താർച്ചിന്റെ പിതാവായ സ്റ്റാൻസിൻ നംഗ്യാൽ കേവലം ഒരു സാധാരണക്കാരനല്ല. 2002 സുബേദാർ മേജറായും ഓണറ്റ് ക്യാപ്റ്റനായും വിരമിച്ച ഒരു സൈനികനാണ് അദ്ദേഹം. സൈനിക സേവനം രക്തത്തിൽ അലിഞ്ഞ ഒരു കുടുംബത്തിലെ അംഗമാണ് നംഗ്യാൽ. കാർഗിൽ യുദ്ധത്തിലെ ധീര പോരാളിയായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ താർച്ചിൻ. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള കുടുംബത്തിന് സ്വന്തം മകന്റെ മൃതദേഹത്തിന് മുന്നിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണകൂടത്തിനെതിരെ വിരൽ ചൂണ്ടേണ്ടി വരുന്നത് ലഡാക്ക് നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നു. സമീപകാലത്ത് ലഡാക്കിൽ ഭരണഘടനയുടെ 6ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭങ്ങൾ ശക്തമായിരുന്നു. ഭൂമിക്കും സംസ്കാരത്തിനും തൊഴിലിനുമുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ലേ കാർഗിൽ മേഖലകളിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി തെരുവിലിറങ്ങി. ഈ പ്രതിഷേധങ്ങൾക്കിടയിലാണ് സമാനപരമായി നീങ്ങിയ പ്രകടനം അക്രമാസക്തമായതും പോലീസ് വെടിവെപ്പ് നടത്തിയതും. ലേയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള സാബുവിലാണ് ഗ്രാമവാസിയായ സേവാങ് താർച്ചിൻ. പ്രതിഷേധം അക്രമാസക്തയായതിനെ തുടർന്ന് പോലീസിന്റെ വെടിയേറ്റ് ജീവൻ നഷ്ടപ്പെട്ട 4 പേരിൽ ഒരാളായിരുന്നത്.